ഒരു അടിപൊളി വീഡിയോ കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മുടെ പറമ്പിലെ കുറെ പച്ചക്കറികൾ കാണിച്ചു തരാം. നമ്മളെല്ലാരും ഇപ്പൊ ഞാനടക്കം എറണാകുളം സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കാശ് കൊടുത്ത് മേടിക്കുവാണ്. അപ്പൊ നമ്മൾ ഇവിടെ കാശ് കൊടുത്ത് മേടിക്കാറില്ല. നമ്മുടെ പറമ്പിൽ ഉണ്ടാക്കി കിടക്കുന്ന സാധനങ്ങൾ ഓരോന്നോരോന്നിട്ടാണ്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇത് കണ്ടോ, കുമ്പളങ്ങ കാണിച്ചു തരാവേ, ചൂടെ അടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, മികിളിലും ഉണ്ടാക്കി കിടപ്പുണ്ട് കുമ്പളങ്ങ. പിന്നെ ഇത് നമ്മുടെ എല്ലാവർക്കും അറിയാലോ അല്ലേ, കുരുമുളക് കേട്ടോ. ഇനി ഒരു സാധനം കൂടെ ഉണ്ട്, കൊമ്പൻ മുളക്. ഇതൊക്കെ നമ്മളെല്ലാവരും കാശ് കൊടുത്ത് മേടിക്കുമല്ലേ, പക്ഷെ നമ്മളിവിടെ കാശ് കൊടുത്ത് മേടിക്കാറില്ല. ആവശ്യത്തിന് നിൽപ്പുണ്ട്. എൻ്റെ സ്വന്തം കേട്ടോ, നീ വല്ലവരുടെയും പറമ്പിൽ കയറി കാണിക്കുമെന്നും വിചാരിക്കണ്ട. പിന്നെ വേറെ അതിനിടയ്ക്ക് പച്ചക്കറിയല്ല, കാപ്പിക്കുരു കേട്ടോ. ഇത് കണ്ടോ. പിന്നെ ഇപ്പോഴും 1000-1500 രൂപ കിലോയ്ക്ക് വിലയുള്ളൊരു സാധനം കാണിച്ചു തരാം. അപ്പം അവിടെയും കാണാനില്ല. കണ്ടോ, നാട്ടുംപുറത്തൊക്കെ മാത്രം കാണുന്ന ഒരു സാധനമാണ് കാന്താരി കേട്ടോ. ഇതാ കാന്താരി മുളകാണ്, കാന്താരി മുളക്. ഇത് കണ്ടോ, ഇതെല്ലാം നമ്മുടെ ഇവിടെ നിൽക്കുന്നതാണ്. ഇത് കണ്ടോ, നമ്മൾ പറിക്കാറുണ്ട്. പിന്നെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കത്തേ ഉള്ളൂ. അല്ല, നമ്മൾ പറിച്ച് കാശിനൊന്നും കടയിലൊന്നും കൊണ്ടുപോയി കൊടുക്കാറില്ല കേട്ടോ. ഇതുണ്ടോ കാന്താരി മുളക്. വേറൊരു ഐറ്റം കാണിച്ചു തരാം. ഇതാ നമ്മുടെ ഇതുണ്ടോ മത്തൻ. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഉണ്ടായി കിടപ്പുണ്ട് കണ്ടോ, രണ്ടാമത്തെ. പിന്നെ ഒരുത്തൻ ഇവിടെ മണ്ണിൽ ഒളിച്ച് കിടപ്പുണ്ട്. ഇതാ മണ്ണിൽ ഒളിച്ചിരിക്കുക. ഇത് കണ്ടോ, ഇതും മത്തങ്ങ കേട്ടോ. രണ്ടും രണ്ട് ടൈപ്പാണേ. ഇത് ചേമ്പാണ്, ഇത് ചീരച്ചേമ്പാട്ടോ. ഇതിന്റെ അടിയിൽ കായില്ല. ഇതിന്റെ തണ്ട് ഇലയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് തോരൻ വെക്കും, ചൊറിയത്തൊന്നുമില്ല കേട്ടോ. ഇതാണ് ചീരച്ചേമ്പ്. പിന്നെ ഒരു ഐറ്റം കൂടെ കാണിച്ചു തരാം. കണ്ടോ, ഇതിന്റെ പേര് ശരിക്കും പറയാം കുണ്ടിക്കുമ്പളങ്ങ. താഴത്ത് അങ്ങോട്ട് തലശ്ശേരി ഭാഗത്തോടെ കുണ്ടിക്കുമ്പളങ്ങ എന്നാ പറയുന്നത്. ഞങ്ങളിവിടെ ചൊച്ചയ്ക്കാന്ന് പറയും. ഇതിന്റെ ശരിക്കും പറയാം ഇൻഷ്യൽ നെയിം എനിക്ക് തോന്നുന്നത് ചൗ എന്നാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഐറ്റം കണ്ടോ, ഇതുകൊണ്ടാണ് കുണ്ടിക്കുമ്പളങ്ങ എന്ന് പറഞ്ഞത്. കണ്ടോ, ചൗ എന്നാണ് നമ്മൾ നോർമലി എല്ലാവരും ചൗ എന്ന് പറയും, നമ്മൾ ചൊച്ചയ്ക്ക എന്ന് പറയും. പിന്നെ ഒരു അടിപൊളി ആയിട്ടാണ് ഇത്. എത്ര പേർക്ക് പേരൊക്കെ അറിയാമെന്ന് കയറി കമന്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഞാൻ പേര് പറയാം. ഇതാണ് തൊമരയ്ക്ക. നമ്മളിവിടെ തൊമരയ്ക്ക എന്നാണ് പേര് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നത് വെച്ചാൽ കയറി കമന്റ് ചെയ്യാം കേട്ടോ. ഇനിയും ഉണ്ട് ഐറ്റം. ഇത് കണ്ടോ, പൂച്ചപ്പഴം അല്ലെങ്കിൽ മൽബറിപ്പഴം എന്നൊക്കെ പറയും. ഞങ്ങളിവിടെ മൽബറി എന്ന് പറയുന്നത്. കാടൊക്കെ ആയിട്ട് തോന്നും, പക്ഷെ കാടൊന്നും അല്ല, ആദായമാണ്. ഇത് കണ്ടോ, ഇതാണ് മൈസൂർ കാപ്പി. മൈസൂർ കാപ്പിയൊക്കെ കൂടെ ഉണ്ടാക്കി കിടപ്പുണ്ട്. ഇനി നിങ്ങൾ എല്ലാവരും കാശ് കൊടുത്ത് കൂടുതലായിട്ട് മേടിക്കുന്ന വേറൊരു സാധനം കാണിച്ചു തരാം. വെണ്ടയ്ക്ക. ഇതാ പിന്നെ അടുത്തത് ബീൻസ്. കണ്ടോ, ഈ എന്താ പറയുക, അമരപ്പയർ എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം കേട്ടോ. നമ്മളിവിടെ അതാ പറയുന്നത്. ഇനി വേറെ എന്തെങ്കിലും പേരിനെ ഒന്ന് കയറി കമന്റ് ചെയ്യാം. ഇവിടെ നിൽപ്പുണ്ട് നമ്മുടെ കൊമ്പൻ മുളക്. കണ്ടോ, എല്ലാവരും കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനമാണ് കപ്പളങ്ങ. അതായത് എല്ലാവരും ഞാൻ പറയില്ല കേട്ടോ, എറണാകുളത്തോടൊക്കെ പോയി ഇതാണ് കൂടുതലായിട്ട് കപ്പളങ്ങ. ഇതാ ഈ കിടക്കുന്നത് റെഡ് ലേഡി ആട്ടോ. എൻ്റെ കൈ എത്തുന്നിടാണ്. ഇതുണ്ടോ, ഇത്രയും വരെ എൻ്റെ എത്തും. ഇപ്പോൾ ഒരു കമ്പും കൊണ്ട് തട്ടിയാൽ എനിക്കത് പറിക്കാം. അപ്പം നമ്മുടെ റെഡ് ലേഡിയും കൂടെ നമ്മൾ പറിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, റെഡ് ലേഡിയാണ്, റെഡ് ലേഡി. ഇതാണ് ചേന. കണ്ടോ, ചേനയാണ്. അപ്പം ഇതൊന്നും നമുക്ക് കാശ് കൊടുത്ത് മേടിക്കണ്ട. പിന്നെ ഫാഷൻ ഫ്രൂട്ട് കണ്ടോ, അത് നമ്മൾ പറിച്ചതാ. ഇതുമുണ്ട് കണ്ടോ. എൻ്റെ വീട്ടിലാട്ടോ, എൻ്റെ സ്വന്തം വീടാണ്. എൻ്റെ സ്വന്തം വീട്ടിലുള്ള സാധനങ്ങളാണ് ഞാൻ കാണിച്ചത്. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ കുക്കിംഗ് പരമായിട്ട് നമ്മുടെ ഈ പറമ്പിൽ കണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസം ഓരോ ഡിഷുകളൊക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, സഹകരിക്കണം. എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.